റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദ സ്റ്റോറി. 6ാം ക്ലാസ്സിലെ 6 ഡോഗ്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. ദ ഇൻഫെക്ഷൻ സ്പ്രെഡ് ടു മൈ other eye until I could see nothing at all, no trees or sparrow, no face, no loss of bread. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു അല്ലേ, ലോയിസിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അവൻ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. വാട്ട് വുഡ് ബി ദ തോട്ട്സ് ദാറ്റ് പാസ്ഡ് ത്രൂ ലോയിസ് മൈൻഡ് വെൻ ഹി ലോസ്റ്റ് ഹിസ് ഹൈ സൈറ്റ്. എന്തൊക്കെ എഴുതാം നമുക്ക്? ഹൗ ക്യാൻ ഐ റീഡ്? വിൽ ഐ സീ എനിത്തിങ് അഗെയിൻ? ഐ മിസ് ദ ട്രീസ് ആൻഡ് ബേർഡ്സ്. ഹൗ വിൽ ഐ പ്ലേ അഗെയിൻ? ഐ കനോട്ട് സീ മൈ പാരൻസ് അല്ലേ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അതിൻ്റെ താഴെ തന്നെ റൈറ്റ് ലോയ്സ് തോട്ട്സ് ഇൻ പാരഗ്രാഫ് ആക്കി എഴുതാനും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതാം നമുക്ക്? ഐ വണ്ടർ ഹൗ ഐ വിൽ ലീവ് വിത്തൗട്ട് മൈ ഐ സൈറ്റ്. ഐ കാൺട്ട് സീ ദ ട്രീസ്, ദ ബേർഡ്സ് ഓർ മൈ ഫാമിലി. I wonder how I will play, read or go to school like other kids. I don't want sympathy. I want to be strong and find a way to learn and live like everyone else. വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. Next activity, at the school for the blind, a guide led Lois to the school library. Discuss in group how visually challenged children in your school can be guided to find their way. Write down the direction. അല്ലേ, നമുക്ക് എങ്ങനെ എഴുതാം? അതായത് അറ്റ് ദ സ്കൂളിൽ എങ്ങനെയാണ് ലോയിസ് അല്ലേ സ്കൂൾ ലൈബ്രറി ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഗൈഡ് ചെയ്യുന്നത്, അതുപോലെയുള്ള വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള നിങ്ങളെ സ്കൂളിലുള്ള കുട്ടികൾക്ക് എങ്ങനെ നമുക്ക് അവർക്ക് അവരുടെ രീതിയിൽ ഗൈഡ് ചെയ്യാൻ സാധിക്കും. റൈറ്റ് ഡൗൺ ഡയറക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്, അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. ഡയറക്ഷൻ ടു ദ ലൈബ്രറി ആണ്. ഗോ സ്ട്രൈറ്റ് ഫ്രം ദ ഗേറ്റ് ആൻഡ് വാക്ക് സ്ട്രൈറ്റ് അഹെഡ്. വെൻ യു റീച്ച് ദ ഫസ്റ്റ് കോർണർ ടേൺ ലെഫ്റ്റ്. Keep walking straight and feel the wall on your right. When you hear the fountain, stop. After the fountain, turn right. Walk until you feel the door frame of the library. Inside the library, use your cane to check for anything in your way. Feel the walls to find the bookshelves or desks. Next activity, read the following sentence from the story. I am sorry, but I didn't want people to feel sorry for me. Did you notice any word with an apostrophe here? Can you underline such words? I am അല്ലേ, അവിടെ എന്താണ് is the short form of I am അല്ലേ. ഐ ഇട്ടിട്ട് ഒരു അപ്രോസ്ട്രോഫി ഉണ്ട്, എന്നിട്ടാണ് എം എഴുതിയിട്ടുള്ളത്. അത് ഐ ആമിൻ്റെ ഷോർട്ട് ഫോമാണ്. അതുപോലെ ഡിഡിൻറ്റ് ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് ഡിഡ് നോട്ട്. ദേ ആർ കോൾഡ് കോൺട്രാക്റ്റഡ് ഫോം. അതിനെയാണ് കോൺട്രാക്റ്റഡ് ഫോം എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി അഗെയിൻ. ഫൈൻഡ് ഔട്ട് ദ സെൻറ്റൻസ് വിത്ത് കോൺട്രാക്റ്റഡ് ഫോം ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ നിങ്ങൾ പാഠഭാഗം ഒന്നുകൂടെ വായിച്ചിട്ട് പാഠഭാഗത്തുള്ള ഇതുപോലുള്ള കോൺട്രാക്റ്റഡ് ഫോംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. യു ആർ ടു കെയർലെസ് ലോയിസ് അല്ല, യു ആർ എന്നുള്ളതിനെ യു കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇട്ടിട്ടുണ്ട്. അത് യു ആറിൻ്റെ ഷോർട്ട് ഫോമാണ്. ഐ ഡിഡിൻറ്റ് മീൻ ടു മേക്ക് തിങ് വേഴ്സ് ബട്ട് ഐ ഡിഡ് നോട്ട് അല്ലേ, അവിടെ കണ്ടോ വാണ്ട് പീപ്പിൾ ടു ഫീൽ സോറി ഫോർ മീ. ഐ ആം സോറി, അത് ഐ ആമിൻ്റെ ആണ്. അതുപോലെ തന്നെ യു ആർ ഈച്ച് ഹോൾഡിങ് എ മെസ്സേജ് അല്ലേ, യു ആർ. ഇറ്റ് വാസിൻറ്റ് ഈസ്ലി, വാസ് നോട്ട് ആണ് വാസിൻറ്റ്. Why shouldn't we spell words and write sentence like people with normally eyesight? അതായത് should not എന്നുള്ളതാണ് shouldn't എന്ന് എഴുതിയിട്ടുള്ളത്. അതുപോലെ would not എഴുതിയിട്ടുണ്ട് wouldn't അല്ലേ, I wouldn't rest. Ninu is looking for words that can be contracted in the following sentence. Can you help her find them and write them below? One has been done for you. Tomorrow they will go on holiday. അതെങ്ങനെ എഴുതാം? Tomorrow they apostrophe LL അല്ലേ, they will go to holiday. Then as planned we are going to the beach in the evening. As planned we are going to the beach.
they had എന്നുള്ളത് they ഇട്ടിട്ട് അപ്പോസ്ട്രോഫി ഇടുക, ഡി എഴുതുക. I have എന്നുള്ളത് I എഴുതിയിട്ട് അപ്പോസ്ട്രോഫി എഴുതുക, VE അല്ലേ, I have. Where is എന്നുള്ളത് where എന്ന് എഴുതിയിട്ട് അപ്പോസ്ട്രോഫി ഇടുക, S എഴുതുക. Where is the school located? Next activity, Dr. Pignat introduced a new pattern of course. Louis could read the message by touch. He felt excited. Imagine that Louis were living in our times. He rang up his father at night. Write a possible telephonic conversation between Louis and his father. അപ്പോൾ ഡോക്ടർ പീജിന് എന്താണ് ഒരു ന്യൂ പാറ്റേൺ കോഡ് ലൂയിസിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു അല്ലേ. ലൂയിസ് അത് വെച്ച് റീഡ് ചെയ്തു, മെസ്സേജ് ബൈ ടച്ചിങ്. അപ്പോൾ അത് കണ്ടിട്ട് അവരെന്തായി, എക്സൈറ്റഡ് ആയി. ഇമാജിൻ ദാറ്റ് ലൂയിസ് വർ ലിവിങ് ഇൻ അവർ ടൈം. ഈ സമയത്താണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ അടുത്തേക്ക് ഓടി അല്ലേ. റൈറ്റ് എ പോസിബിൾ, ടെലഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഫോൺ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ലൂയിസും ഹിസ് ഫാദറും അല്ലേ. അപ്പോൾ എബൌട്ട് ദ എന്തിനെക്കുറിച്ച്, പാറ്റേൺ കോഡ്സിനെ കുറിച്ചൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കോൺവെർസേഷൻ തയ്യാറാക്കാൻ. വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹായ് ലോയ്സ്, ഇറ്റ് pretty late. What's going on? Dad, I just had to tell you something amazing. അല്ലേ, ബാക്കി കോൺവെർസേഷൻ ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഹായ് ലോയ്സ്, ഇറ്റ്സ് pretty late. What's going on? Dad, I just had to tell you something amazing. Really? Tell me. Dr. Pignat showed us a new pattern of course today. I could read the messages by touching the dots. That's great. How did you feel? It was exciting. I understood the message and read faster. Father, I'm proud of you, son. You have made a lot of progress. Thanks, Dad. I feel hopeful. Maybe all blind children can read like this one day. I believe they will. Good night, Dad. I want to share my happiness. Good night, Lois. Sleep well, my dear boy. അല്ലേ, ഇങ്ങനെ നിങ്ങൾക്ക് കോൺവെർസേഷൻ തയ്യാറാക്കാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. Here is a news report that appeared into one of the leading dailies. Read it carefully. Braille break thoughts, a new alphabet for a visually challenged. അല്ലേ, പാരീസ് 10 January. ലൂയിസ് ബ്രെയ്ലി, a 50 years old student at the Royal School for the Blind in Paris. അപ്പോൾ നമ്മൾ പഠിച്ചതാണല്ലേ ലൂയിസിൻ്റെ ആ ഒരു കണ്ടുപിടുത്തത്തെ പത്രത്തിൽ വന്ന ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. നന്നായിട്ട് കെയർഫുൾ ചെയ്തിട്ട് വായിക്കുക അല്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാട്ട് ഡസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ടെൽ യു, എന്താണ് ഈ ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വാട്ട് വാസ് ദ ഇൻവെൻഷൻ, എന്താണ്, എ ന്യൂ ആൽഫബറ്റ് യൂസിങ് റൈസ്ഡ് ഡോട്ട്സ് ഫോർ ദ വിഷ്വലി ചാലഞ്ച്ഡ്. ഹൂ ഇൻവെൻറ്റഡ് ഇറ്റ്, ആരാണ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്, ലൂയിസ് ബ്രെയ്ലി ആണ്. Where was it invented? At the Royal School for the Blind in Paris. Why is it important? It helps visually challenged people read and write using their sense of touch. Next, imagine you are going to visit Louis Braille. നിങ്ങൾ ലൂയിസ് ബ്രെയ്ലിയെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. What would you ask him about his inspiration, challenges and influence of his invention? Write down a few questions to ask him. അപ്പോൾ അവരോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നിവിടെ തന്നിട്ടുണ്ട്, വാട്ട് ആർ ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് യുവർ ഇൻവെൻഷൻ എന്ന് തന്നിട്ടുണ്ട്. വേറെ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാം, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആവുമ്പോൾ അതിന് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇടണം കേട്ടോ. വാട്ട് ഇൻസ്പയർഡ് യു ടു ക്രിയേറ്റ് യുവർ ഇൻവെൻഷൻ? വാട്ട് ഡിഫിക്കൽട്ടീസ് ഡിഡ് യു ഫേസ് വൈൽ ഡെവലപ്പിംഗ് ദ ആൽഫബറ്റ്? How did people first react to your invention? Do you think your invention will benefit more people in the future? Who supported you the most during your journey? Did you ever feel like giving up? What kept you going on? തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി ആക്ടിവിറ്റി 7 തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ ഇൻവെൻഷൻ കാർഡ് ഓൺ പേജ് നമ്പർ 75 ആണ് അല്ലേ. 75 ഒരു ഇൻവെൻഷൻ കാർഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡീറ്റെയിൽസ്.
അതിൻ്റെ ഡീറ്റെയിൽസ് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 75 എടുക്കുക. 75 നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒരു ഇൻവിറ്റേഷൻ കാർഡ് തന്നിട്ടുണ്ട്. അറിയില്ലേ, ഇൻവിറ്റേഷൻ കാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ദാ ലുക്ക് അറ്റ് ഹിയർ, കണ്ടില്ലേ, ലോയിസ് ബെയ്ലി ബർത്ത് ആൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ, കം ജോയിൻ അസ് ഫോർ ദ ഈവൻറ്റ് 6 PM January 4, 2024 റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്. അപ്പോൾ അവിടെ ഇവൻ്റ് ഏതാണ്, ലോയിസ് ബ്രെയ്ലി ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. ഡേറ്റ് ഏതാണ്, January 4, 2024. ടൈം 6 PM. വെന്യൂ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്, പാരീസ് 75007. സ്പെഷ്യൽ നോട്ട്, ഫോർമൽ വിയർ സജസ്റ്റഡ്. ഇനി അതിൽ ബി നിങ്ങൾക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, യുവർ സ്കൂൾ ഈസ് അറേഞ്ചിങ് എ പ്രോഗ്രാം ടു ഒബ്സർവ് ദ ബർത്ത് ആനിവേഴ്സറി എ ഫേമസ് സയൻറ്റിസ്റ്റ് ഡോക്ടർ CV രാമൻ. പ്രിപ്പയർ ആൻ ഇൻവിറ്റേഷൻ കാർഡ് ടു ഇൻഫോം ദ പബ്ലിക് അബൌട്ട് ദ ഇവൻറ്റ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു മോഡലാണ്. ഇതുപോലുള്ള മോഡൽസൊക്കെ നിങ്ങൾ കണ്ടെത്തി എഴുതാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഈ പാഠഭാഗത്തിൻ്റെ മലയാളം മീനിങ് എക്സ്പ്ലനേഷൻ ചെയ്ത വീഡിയോസും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങളെ ഓൾ ദി ബെസ്റ്റ്.